ഞാൻ ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത പച്ചമുളകാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേനൽക്കാലത്ത് ഗ്രോ ബാഗിൽ നട്ടുകൊടുത്ത മുളക് തൈയാണിത്. ഈ മുളക് തൈയിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളകുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ചെടി ഉണ്ട് വെച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളകൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തൈ വെച്ചിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. വേനൽക്കാലത്ത് വെച്ചതാണ്. അന്ന് നന്നായിട്ട് നനച്ചു കൊടുത്തിരുന്നു. ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള മുളകൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇന്നലെ ഞാൻ കുറേ മുളക് പറിച്ചെടുത്ത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ മുളക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടുന്ന് പോകുന്നുണ്ട്. ഈ മുളകൊക്കെ കുറേ ദിവസം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ യാതൊരു പ്രശ്നവുമില്ല, കേട് വരുന്നില്ല. എത്ര വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളക് നമുക്ക് ദിവസം പറിച്ചെടുത്താൽ മതി. എന്നാൽ ഇത് കൂടുതൽ എരിവ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മൂക്കണതിൻ്റെ മുന്നേ തന്നെ ഇത് പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ്. അപ്പോൾ കുറേ ദിവസമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള മുളകൊക്കെ നമുക്ക് തന്നെ നല്ല മുളകായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പം അറിയാത്തവരെന്തായാലും ഈ രീതിയിലൊന്ന് കൃഷി ചെയ്ത് നോക്കണം. ഈ പ്രാവശ്യം കടുത്ത വേനലായതുകൊണ്ട് മുളക് ചെടി മാത്രമാണ് കായകൾ ഉണ്ടായിട്ടുള്ളൂ. തക്കാളിയും വഴുതനയൊക്കെ നേരായി കിട്ടിയിട്ടില്ല. അപ്പോൾ മുളക് നമ്മൾ ആവശ്യത്തിനുള്ളത് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മഴയും കൂടി ആയപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇഷ്ടം പോലെ ഇതുമെന്ന് കിട്ടുന്നുണ്ട്. 2-3 മുളക് ചെടി ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാൻ നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളക് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് കൂടുതൽ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വളങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് ഉണ്ടായി കിട്ടും. ഒരു പൈനാപ്പിൾ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു പൈനാപ്പിളാണിത്. അപ്പം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് എന്തായാലും കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരാറില്ല. ഇപ്പോൾ കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് മുളക് തൈ നട്ട് കൊടുത്താൽ മതി. നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളകൊക്കെ നമുക്ക് ഇതുമ്പോൾ തന്നെ അറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. മുളക് തൈ വെച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റ് മാത്രമാണ് ഞാൻ ഇതിന് വളമായിട്ട് കൊടുത്തിട്ടുണ്ട്. വേനൽക്കാലത്ത് ഈ മുളക് ചെടിക്ക് വെള്ളീച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇലയുടെ അടിയിലൊക്കെ നല്ല വെള്ള കളറായിരുന്നു. അപ്പം നമ്മൾ ഹാൻഡ് വാഷ് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഇതിൻ്റെ മീതെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. ഇലയുടെ അടിയിലൊക്കെ നന്നായിട്ട് തെളിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ആ വെള്ളീച്ചയുടെ ശല്യം അങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലറിയാം ഒരുപാട് മുളക് ഞാൻ ഈ ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് എൻ്റെ മുളക് കൃഷിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതേവരെ ഇതുപോലെ കൃഷി ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മുളക് നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.